നേരത്തെ അവിടെ ഉണ്ടാകുമല്ലോ അല്ലേ? ഉണ്ടാവേ. ആ ആ അവിടെ നല്ല പ്രാർത്ഥനയിലാണല്ലോ. ആ ഞാൻ പ്രാർത്ഥിച്ചു നിന്നു, എന്തോ കാര്യത്തിനാണ്. അതെ, എന്റെ ആള് കാണാൻ വന്നിരിക്കുന്നു. ആ എപ്പോഴാ ഇപ്പൊ നിങ്ങള് വന്നേ? ഞങ്ങൾ കുറച്ചേരായി വന്നിട്ട്. ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. അത് ഞാനേ രാവിലെ മുതൽ മോതിരത്തിനൊരു കല്ല് വീണ് പോയി, അത് തെരഞ്ഞോണ്ടിരിക്കുക. രാവിലെ തുടങ്ങിയ തെരച്ചില. ഇനിയിപ്പോ വൈകുന്നേരേ ഭാര്യ അടിച്ചു വാരും, അപ്പൊ കിട്ടിക്കോളും. നിങ്ങളുടെ കയറിയിരിക്ക. ഇവിടെ ഇയാളെ മോതിരത്തിന്റെ കല്ലെന്നെ മൂപ്പർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ കാര്യം വല്ലതും നടക്കൂടെ? പേര് കേട്ട ആളല്ലേ? ആണോ? നിങ്ങളെ പ്രശ്നം പറഞ്ഞോളാ. എന്താ പ്രശ്നം? ഞങ്ങളൊരു വീട് പണി കഴിഞ്ഞിട്ടേ 1,00,000 ഉറുപ്പിയോളം കട ഉണ്ടായിരുന്നു. എത്ര ഇങ്ങോട്ട് ആയിട്ടും അത് വീടണില്ല. ഇതിനിപ്പോ കുറച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ആയിക്കോട്ടെ, നമുക്കിത് ചെയ്യാം, അല്ലാതെ ഒരു മാർഗമല്ലല്ലോ അല്ലെ? അതെ, ഞങ്ങൾ ഒരുപാട് മൂല്യമാനത്തും അതുപോലെ തന്നെ ഈ മന്ത്രവാദം എല്ലാം ചെയ്തു. പക്ഷെ ഒന്നും കൂടി ശരിയാവണില്ല. പൈസ അവിടെ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണത്. ഇതിനിപ്പോ ചെലവായിട്ട് വരുന്നത് തിരുമേനിക്ക് ദക്ഷിണായിട്ട് ഇപ്പൊ 2,500 രൂപ വരും. പിന്നെ ആകെ കൂടി ചെലവ് കൂട്ടി കഴിച്ചാൽ ഒരു 10,000-ലേറെ വരും ചെലവ് വരും. നിങ്ങൾക്കിപ്പോ ഈ വീട് പണി കഴിഞ്ഞപ്പോ എത്ര ഉണ്ടായിരുന്നു കടം? അത് കഴിഞ്ഞപ്പോ 1,00,000 ഉറുപ്പിക കടണ്ടേ. പിന്നെ ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയി കർമ്മങ്ങൾ ചെയ്ത് അതങ്ങനെ 2,00,000 ആയി. 2,00,000 എല്ലാം കൂടെ കൂട്ടിണ്ട് കടം. അപ്പൊ ഇതും കൂടി കൂട്ടി 2,10,000 ആയി അല്ലേ?